ഒരാൾക്കും ഇങ്ങനെ വരരുത്. ഒരമ്മമാരും ഇങ്ങനെ വേദനിക്കുക. ഈ കാരണം കൊണ്ട് ഒരമ്മമാരും വേദനിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് എന്റെ മോന്റെ കൂടെ പോയാൽ മാത്രം മതി. എനിക്ക് ഇനി വേറെ ഒന്നും വേണ്ട. എനിക്ക് എന്താ എന്റെ കുട്ടി പോയി കഴിഞ്ഞില്ലേ, വേണ്ടാതിരത്തിലേക്ക് പോകണം, ഒരു അനാവശ്യത്തിലേക്ക് പോകണ ഒരാളല്ല. ഈ കണ്ണുനീരിന്റെ മുന്നിൽ ഷിംജിത്ക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വെന്ത് ഭസ്മമാവും, വെണ്ണീറായി പോകും. അത്രമാത്രം അവരുടെ വേണ്ടപ്പെട്ട ആളുകളെയും അവരുടെ സുഹൃത്തുക്കളെയും ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പടച്ചവന്റെ മുന്നിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ചെറിയ ശിക്ഷ ഒന്നും ആയിരിക്കില്ല, വലുതായിരിക്കും. ഇനി കോടതി നിങ്ങളെ വെറുതെ വിട്ടാലും ഇവിടെയുള്ള ജനഹൃദയങ്ങൾ നിങ്ങളെ ഒരിക്കലും ശപിക്കാതിരിക്കില്ല. ആ ശാപവാക്കിന്റെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണത്. ആ അമ്മയുടെ കണ്ണുനീര് അത് കാണാതെ ഒരാൾ പോവരുത്. സങ്കടമാകും, എന്നാലും നിങ്ങളിത് കാണണം. ആ കണ്ണുനീരിന് നമുക്ക് മറുപടി പറഞ്ഞു വെക്കൂ. കുട്ടിക്ക് താങ്ങാൻ പറ്റിണ്ടാവില്ല. വേറൊന്നും എനിക്ക് പറയാം. എന്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അതാണ് എന്റെ കുട്ടി എന്റെ മുഖം ഓർമ്മ. കുട്ടി ഇത് ചെയ്താഞ്ഞത് എന്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അത്രമാത്രം വിഷമമുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. പല ആളുകളും ഇപ്പൊ ഇതിനോടകം ഷിംജിതയുടെ അക്കൗണ്ട് പൂട്ടിക്കാനുള്ള പരിപാടികൾ ചെയ്ത് പൂട്ടിച്ചു കൊടുത്തു. അത് പൂട്ടുക തന്നെ വേണം. കാരണം അത്രമാത്രം ആ മനുഷ്യനെ വേട്ടയാടി അയാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ അത് കോടതിയിലും പോലീസുകാരുടെ മുന്നിലാണ് നിങ്ങൾ തെളിയിക്കേണ്ടിയിരുന്നത്. സമൂഹത്തിന്റെ മുന്നിലേക്ക് ഒരാളെ മനഃപൂർവ്വം ഇട്ടുകൊടുക്കാനുള്ള ശ്രമമല്ല നടത്തേണ്ടിയിരുന്നത്. ആ കമന്റ് ബോക്സ് നോക്കിയ ഒരു മനുഷ്യൻ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് പോലും ആൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കുറച്ചാളുകളെങ്കിലും തന്നെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് ആളത് ചെയ്തത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കുടുംബക്കാരും എല്ലാവരും ഈ ഒരു കാര്യത്തിൽ അയാളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. അതുകൂടാതെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഓണറും കൂടി ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നതാണ്. രാവിലെ ഏതൊരു വക്കീലിനെ കണ്ട് നമുക്കിത് കേസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അതിന് സപ്പോർട്ട് ചെയ്ത് നിന്നതാണെന്നുള്ളതാണ്. എന്നിട്ടും ആൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തെറ്റ് ചെയ്തതുകൊണ്ടാണ് ആളത് ചെയ്തത് എന്ന രീതിയിലൊക്കെ എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്കത് പറയാൻ കഴിയില്ല. എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയാണ് എന്ന് നമ്മൾ എങ്ങനെ ചിന്തിക്കും എന്നുള്ളതാണ്. ഭാവിയിൽ നമുക്കെതിരെ ആരെങ്കിലും ഒരു ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കുറച്ച് ആളുകളുടെ മുന്നിലെങ്കിലും നമ്മൾ കുറ്റക്കാരനാണ് എന്ന് അവർ തീരുമാനിക്കുകയും നമ്മളെ വേട്ടയാടുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതൊന്നും ഉപയോഗിക്കാതെ വല്ലപ്പോഴും സോഷ്യൽ മീഡിയ നോക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ അത് നന്നായിട്ട് ബാധിക്കുന്നുള്ളതാണ്. ആ ഒരു കുടുംബത്തിന്റെ അത്താണിയെ തന്നെയാണ് ഷിംജിത മുസ്തഫ എന്ന ആ ഒരു സ്ത്രീ ഇല്ലാണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വിവാഹമോചിതയായിട്ടൊരു സ്ത്രീയാണ് എന്നും ഒരു വാർഡിലെ മെമ്പറായിട്ട് പ്രവർത്തിച്ചിരുന്നു, അവിടെ പോലും ഊളത്തരം കാണിച്ചു എന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിരന്തരമായി ഇവർ ഇത്തരം കണ്ടന്റുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നത് എന്ന് അവരുടെ പഴയ വീഡിയോസ് ചെക്ക് ചെയ്താൽ കാണാൻ കഴിയുന്നുള്ളതാണ്. ആരോ റോട്ടിൽ തുപ്പി എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. അതുകൂടാതെ ഈ മരണപ്പെട്ട ദീപക് എന്ന് പറയുന്ന വ്യക്തി മെൻസസ് പെയിൻ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു സഹായം നൽകിയതൊക്കെ ബസ്സിനകത്ത് വെച്ച് സംഭവിച്ച കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്തൊരു കാര്യം നമ്മൾ ഇപ്പൊ അറിയുകയാണെന്നുള്ളതാണ്. അതായത് സ്ത്രീകളെ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്ന ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് ആ കാര്യങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ഓണർ പറയുന്ന ഈ വാക്കുകളൊന്ന് കേട്ടു നോക്കി. വെള്ളിയാഴ്ച രാത്രി തന്നെ എനിക്കൊരാൾ ട്രിവാൻഡ്രം സൈഡിലൊരാൾ കമൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറയുന്നത് ദീപക്കാണോ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ദീപക്കാണ്. അപ്പോൾ അതിനകത്ത് ദീപക്കിൻ്റെ ഭാഗത്തൊരു തെറ്റില്ലെന്ന് ഞാൻ പുള്ളിയുടെ അപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു രാത്രി ഒരു 11:15 എനിക്ക് ആ ഫസ്റ്റ് ആൾ അയച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് വീട്ടിലായിരുന്നില്ല. അപ്പോൾ ഒരു 12 മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞ ശേഷം ഇങ്ങനെ കടന്നപ്പോൾ ഇങ്ങനെ കമൻസ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ആ കമൻസ് നോക്കിയ സമയത്ത് ഒത്തിരി പേര് ദീപകിൻ്റെ ഭാഗത്തൊരു കുറ്റം പറയുന്നില്ല. എല്ലാവരും ആ ഒരു പെൺകുട്ടീനെ പറ്റിയിട്ടേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 2:30 മണി വരെ കമൻസ് വായിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചു. ദീപകിനെ കാണിക്കണമല്ലോ. അപ്പം സാറ്റർഡേ പിന്നെ ഞാൻ ഉദ്ദേശിച്ചു ഫോണിൽ വിളിച്ചില്ല. വിളിച്ച് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് രീതിയിലാണ് പുള്ളി എടുക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം വിളിച്ച് വരുത്തി കാര്യങ്ങളിരുന്ന് സംസാരിച്ചു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഭാഗത്തൊരു തെറ്റില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും കൗണ്ടറായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ഇങ്ങനെ സ്ക്രീൻഷോട്ടുകളൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കാണുക ആദ്യം വേണ്ടത്. കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് ശരിയായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് എൻ്റെ നിയമപരമായ രീതിയിൽ എന്താണെന്നുള്ള അവർ പറഞ്ഞു തരുമല്ലോ. പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് നമ്മൾ പോയി കേസ് കൊടുക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതിയോ, കോർട്ടിൽ കൊടുക്കുകയാണെന്നുള്ള അറിയില്ലല്ലോ. അപ്പം അത് ഞാൻ പൊക്കോളം അറിയുന്ന ആളുണ്ട്. അപ്പോൾ പുള്ളിയുടെ കസിനൊരു അഡ്വക്കേറ്റ് ഉണ്ടെന്നാലും എനിക്കറിയാം. അപ്പം അങ്ങനെ പൊക്കോളം എന്നുള്ളതാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വൈകിട്ട് ഞാൻ വിളിച്ചു, അഡ്വക്കേറ്റിനെ കണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പുള്ളി ഇല്ല, സ്ഥലത്തില്ല, നാളെ ഞായറാഴ്ച രാവിലെ വരാൻ പറഞ്ഞിരുന്നു പറഞ്ഞു. പിന്നെ ഇവിടുന്ന് കോള് വരുമ്പോഴാണ് അദ്ദേഹം വീണ്ടും ആ വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടാകാം. ഒരു പക്ഷെ അദ്ദേഹം കമന്റുകൾ വായിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു കാര്യം ചെയ്യില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരാളും ആ ഷിംജിത എന്ന സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാവരും അവർക്ക് എതിരെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് ഇദ്ദേഹം മരിച്ചിട്ട് പോലും ശ്രീലക്ഷ്മി അറക്കലിനെ പോലെയുള്ള ഒരു കൂട്ടം ആളുകൾ
അവളെ സപ്പോർട്ട് ചെയ്തത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നു എന്നുള്ളതാണ്. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, പുരുഷന്മാരോടുള്ള വിരോധം വെച്ച് പുലർത്തുക. അവര് ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ തലയിൽ കയറി നിരങ്ങുക എന്നുള്ളതാണ്. ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കലും അതുപോലെ ഭാഗ്യലക്ഷ്മിയൊക്കെ ചേർന്നുകൊണ്ട് ഒരാളുടെ തലയിൽ കരിയോല വെച്ച ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ആ ഒരു മനോഭാവമാണെന്നുള്ളതാണ്. ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും അതിനെ വലുതാക്കി ചിത്രീകരിക്കാൻ അവരെ പോലെയുള്ള ആളുകൾ കഴിയും. പക്ഷെ ഇവിടെ ഭാഗ്യലക്ഷ്മി ഒക്കെ കൂടെ നിന്നു, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നിലവിൽ ദിലീപ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു നെഗറ്റീവ് നിന്ന് മാറി പോസിറ്റീവ് ആകാൻ ശ്രമിച്ചതാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ ഷിംജിത മുസ്തഫ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് അവരുടെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഭാവിയിൽ ഒരുപാട് സ്ത്രീകൾ, ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന ആളുകൾക്കെതിരെ ശബ്ദിക്കാൻ കഴിയാതെ വായ മൂടി കെട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാകാം ഒരു പക്ഷെ ഇവർ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക. സ്ത്രീകൾക്ക് ഇവിടെ ഒരിക്കലും നീതി കിട്ടരുതെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും, ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെയാണെന്നുള്ളതാണ്. പിന്നെ ഇവരുടെ രാഷ്ട്രീയം ചകഞ്ഞു പോകുമ്പോൾ ഇവർ കോൺഗ്രസ്സുകാരി അല്ലെങ്കിൽ ലീഗുകാരിയാണ്. ഞാൻ ഒരിക്കലും ആ രാഷ്ട്രീയം ചകഞ്ഞ് ഈ വിഷയത്തിൽ പോവില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആള് ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതുക, അത് ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടി ചെയ്ത് തെറ്റായിട്ട് നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? ഒരിക്കലും അത് കഴിയില്ല. അപ്പൊ ഞാനത് ചകഞ്ഞു പോവില്ല, ഒരിക്കലും പോവില്ല. ഇവിടെ ഇനിയിപ്പോ ലീഗുകാരെല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ലീഗുകാർ മൊത്തം ചെയ്ത് തെറ്റാണെന്ന് പറയാം. എങ്ങനെ ലീഗുകാരി ആയതുകൊണ്ട് എല്ലാവരെയും ആ കണ്ണിൽ കാണുക, അതൊക്കെ വലിയ വിഡ്ഢിത്തരാണെന്നുള്ളതാണ്. ആൾക്ക് സത്യത്തിൽ കൂടെ ആളുകൾ നിന്നിട്ടുണ്ട് സപ്പോർട്ടായിട്ട്, പക്ഷെ അത് മനസ്സിലാക്കാൻ ആൾക്ക് കഴിഞ്ഞില്ല. ഒരുപക്ഷെ അത്രക്ക് ഒരു ലോല ഹൃദയം ആയിരിക്കാം. ചില വീഡിയോ കാണുന്ന ആളുകളൊക്കെ വിചാരിക്കും അവൻ ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ളത്. വലിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ സ്ട്രോങ് മൈൻഡൊക്കെ ഡൗൺ ആയി പോകും. അദ്ദേഹത്തിന്റെ സുഹൃത്തും ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ആള് വേറൊരു കാര്യം പറയുന്നത് ഒന്ന് കാണാം. ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കാൻ, നീ വക്കീലിന്റെ നമ്പർ ആയിരുന്നെങ്കിൽ നീ ഇതാക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞാണ്. എടാ ഞായറാഴ്ച വരാം, ഞായറാഴ്ച നമുക്ക് എന്തായാലും സംസാരിക്കുക, ഈ വിഷയം സംസാരിക്കുക. തൽക്കാലം നീ എന്തായാലും ഇത് പുറത്തേക്ക് ഇറങ്ങണ്ട, നീ വീട്ടിലിരുന്നാണ്. ഇതിപ്പോൾ വൈറലായതല്ലേ. ഇനിയിപ്പോൾ മാനേജറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും തരത്തിലുള്ള സംസാരം വരണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, നീ അവിടെ നിന്ന് നിൽക്ക്, നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം, വന്നിട്ട് ഞങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനെ കാണാം, സംസാരിക്കുക, ലീഗലായിട്ട് പ്രൊസീജ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഫോൺ 2 സ്വിച്ച് ഓഫ്. എനിക്ക് ടയർഡ് ആയതുകൊണ്ട് രാവിലെ ഞായറാഴ്ച ദിവസമാണ്, ലീവുള്ള ദിവസമാണ്, ആരും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കിടന്നതാണ്. ഇന്ന് രാവിലെ ഫോൺ 6 മണിക്ക് അലാറം അടിഞ്ഞ് ഫോൺ ഓൺ ആയാടാണ് എനിക്ക് കോൾ വരുന്നത്, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഒരു 45,000 രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചു എന്നുള്ളൊരു കാര്യം ഒരു അയൽവാസിയായ ഒരാൾ പറയുന്നത് കേട്ടു. അത് എന്തിനാണ് പിൻവലിച്ചതെന്ന് അറിയില്ല എന്നും, അത് കൂടാതെ തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, മൊബൈൽ ഫോണൊക്കെ പരിശോധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ കേസുമായി മുന്നോട്ട് പോകാനുള്ളത് എടുത്തതാകാം, അല്ലെ വല്ല ആളുകൾക്കും കൊടുക്കാനുള്ള പണം എടുത്തതാവാനാണ് സാധ്യത. എന്തൊക്കെയായാലും ഇങ്ങനെ ആ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി എന്നുള്ളതാണ്. 9,000 ഫോളോവർ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു അക്കൗണ്ട് ഒറ്റയടിക്ക് 11,000 ചില്ലറയായിട്ട് കൂടി. പിന്നീട് അതെല്ലാവരും റിപ്പോർട്ട് അടിച്ചുകൊണ്ട് പൂട്ടിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഫേസ്ബുക്ക് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്, അതുകൂടി ഒന്ന് പൂട്ടിച്ചു കൊടുത്ത സന്തോഷമായിരിക്കും. ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, വൈറലാവുക. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. ഇപ്പൊ സവാദിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കണ്ടില്ലേ, സവാദ് വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. 2 തവണയാണ് ആളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ആളെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എടുത്തു ചാടിക്കൊണ്ട് നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യരുത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ സ്ത്രീ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ പോലെ ഉള്ള ഒരാൾക്ക് കഴിയില്ല. പുരുഷന്മാർക്കും വേണം നീതി, സ്ത്രീകൾക്കും വേണം നീതി. സ്ത്രീകളുടെ നീതി നിഷേധിക്കുന്നതും തട്ടിക്കളയുന്നതും സ്ത്രീകളിലുള്ള ചില ഇത്തരം സ്വഭാവമുള്ള ആളുകളാണെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇതൊക്കെ. ഉസ്താദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, സത്യത്തിൽ നമ്മളെല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന വാക്ക് തന്നെയാണ്. കൂട്ടുകാരെ ദീപക്കെ, ചെറുപ്പക്കാരിയാണെന്നുള്ള ആനുകൂല്യത്തിൽ ഇവക്ക് കോടതി മാപ്പ് നൽകിയാലും മനുഷ്യരുടെ മനസ്സിൽ ഇവക്ക് മാപ്പുണ്ടാവില്ല. ഗ്രീഷ്മക്ക് കോടതി കാലാന്തരത്തിൽ മാപ്പ് കൊടുത്താലും മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പില്ല. കൂടത്തായിലെ ജോലിക്ക് കാലാന്തരത്തിൽ കോടതി മാപ്പ് കൊടുത്താലും മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പ് കിട്ടൂല. ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. നീ ജീവൻ നഷ്ടപ്പെടുത്തണ്ടായിരുന്നു, പക്ഷേ നീ ജീവൻ നഷ്ടപ്പെടുത്തി എന്താണെന്ന് എന്നെ കേൾക്കുന്ന മലയാളി മനസ്സുകൾക്ക് വായിക്കാൻ കഴിയും. കാരണം പണത്തെക്കാളും സ്വത്തിനേക്കാളും ദീപക്കിന് ഏറ്റവും വലുത് ആത്മാഭിമാനമായതുകൊണ്ടാണ്. ആത്മാഭിമാനം നഷ്ടപ്പെട്ടെടുത്ത് എന്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ്, എന്റെ അന്തസ്സും എന്റെ അഭിമാനം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്റെ ജീവൻ നഷ്ടപ്പെടാനാണെന്നുള്ള തോന്നലാണ് ദീപക്കിനെ ഈ മരണത്തിലേക്ക് ഉള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് നിന്റെ വികാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ മനുഷ്യർക്കും എല്ലാം വലിപ്പം തോന്നുന്ന സ്വർണവും പണവും മാത്രമല്ല, ആത്മാഭിമാനത്തിന് തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാത്ത സമയത്ത് സ്വന്തം ആത്മാഭിമാനമാണ് ഏറ്റവും വലിയ സമ്പത്തി എന്ന് കരുതുന്ന ദീപക്കിനെ പോലുള്ള 100 കണക്കിന് മനുഷ്യരുണ്ട്. ആ ദീപക്കിന് സ്വന്തം മക്കളെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു, സ്വന്തം ഭാര്യ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു, കുടുംബക്കാരെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു? തെറ്റ് ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ. തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ദീപക്ക് മനുഷ്യരുടെ മുമ്പിൽ അപഹസിക്കപ്പെട്ടില്ലേ? 4 മുമ്പിൽ ആക്ഷേപം കേൾക്കേണ്ടി വന്നില്ലേ? ചുറ്റുവട്ടക്കാരെല്ലാം അവനെ മോശക്കാരനാക്കിയില്ലേ? അവന് ജീവിക്കാൻ തോന്നുന്നു. തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജീവിക്കാൻ തോന്നുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ വീഡിയോ എങ്ങനെയൊക്കെ പരിശോധിച്ചാലും അയാൾ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതായി ആ വീഡിയോ ദൃശ്യങ്ങളില്ല എന്ന് 100% ഉറപ്പാണ്. എന്റെ ജീവിതം കഴിഞ്ഞു, പക്ഷേ ഇനി നീറി ജീവിക്കാൻ പോകുന്ന ഇത്തരം തോന്നിവാസികളായിരിക്കും. നിങ്ങളെ ജനം വിടുമെന്നും മറക്കുമെന്നും വിചാരിക്കണ്ട. മനസാക്ഷിയുള്ള ഓരോ മനുഷ്യരും നിങ്ങൾ അവഗണിക്കും. നിങ്ങൾ ഓർക്കുമ്പോൾ അവർ വെറുപ്പോടുകൂടി സംസാരിക്കും. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ തോന്നിവാസമുണ്ടല്ലോ,
ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഇല്ലാതാക്കി കളഞ്ഞത്. അവൾക്ക് കിട്ടാൻ പോണ ശിക്ഷ അത് നമ്മുടെ കോടതി കൊടുത്ത ശിക്ഷയല്ല, അത് അവരുടെ മനസാക്ഷി തന്നെ ഭാവിയിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ പോകുന്ന ശിക്ഷയാണ്. അത് ഭയാനകമായിരിക്കും എന്നുള്ളതാണ്. ഞാൻ കൂടുതലായിട്ട് വീഡിയോ വലിച്ചു നിൽക്കത്തില്ല, കാരണം ഭയങ്കര അധികം ഈ വാക്കുകൾ എനിക്ക് ഹണ്ട് ചെയ്തു, നമുക്ക് ഭയങ്കര സങ്കടം വന്നു എന്നുള്ളതാണ്. ഒരാളുടെ ലൈഫ് വളരെ സിമ്പിളായിട്ട് അങ്ങ് തട്ടി തെറിപ്പിച്ച് കളഞ്ഞു. ഒരു കേസും ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ അങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്? മറ്റൊരു സ്ത്രീക്ക് ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനു മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കയറി ചെന്ന് കൊടുക്കുന്നു, എന്നിട്ട് അത് വീഡിയോ ഇട്ട് അയാൾ അത് ചെയ്തു എന്ന് ഇല്ലാ കഥ പറയുന്നത്? ഈ കണ്ണുനീരിന് കാലം ചോദിക്കുക തന്നെ ചെയ്യും. നമ്മൾ മനുഷ്യന്മാരൊന്നും ഒരു നിയമം കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഹൃദയം തന്നെ അവർക്കതിന് പണി കൊടുക്കും. തീർച്ചയായിട്ടും അവരുടെ മനസാക്ഷി തന്നെ അവരെ തിരിഞ്ഞു കുത്തും. അതിനധികം കാലമൊന്നും വേണ്ടി വരില്ല. അവർ ഈ വാർത്തകളൊക്കെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ വിടാതെ പിന്തുടർന്ന് കൊല്ലാനിട്ട് കൊടുത്ത് അവസാനം പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവർ അതിനുള്ള മറുപടിയും കൊടുത്തു. മരിച്ചു എന്ന് കേട്ടപ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും ആ ശബ്ദങ്ങളിൽ നമ്മൾ കേട്ടില്ല എന്നുള്ളതാണ്. ഇതിന് കൃത്യമായ മറുപടി നമ്മുടെ മനസാക്ഷിക്കകത്ത് നിന്ന് ഒരു പ്രാർത്ഥനയായിട്ടെങ്കിലും കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ദീപകിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദുആ ചെയ്യാം. വീണ്ടും വരാം.